പുറപ്പാട് 3-ാമത്തെ അധ്യായം 7 തൊട്ട് 9 വരെ വായിക്കാം. യഹോവ അരുളി ചെയ്തത്: മിസ്രൈമിൽ നിന്നുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാരുടെ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ഒത്തിരി നാളുകൊണ്ടുണ്ട്, ഇപ്പോഴുണ്ടായതാണോ? 400 വർഷം അടിമയായിട്ടാ. പരിധി വിട്ട് പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അന്നേരം നമുക്ക് വിടുതലിന്റെ സമയം ആകും. അവർ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്നും വിടുവിപ്പാനുവ ദേശത്തിൽ നിന്നും നല്ലതും വിശാലമായ പറഞ്ഞാട്ട്. അതുകൊണ്ട് കഷ്ടതയുടെ സമയത്ത് അടുത്തെന്തുവാ? എന്തുകൊണ്ട്? ബിസൈഡ് യുവർ പ്രോബ്ലംസ്, ഇഫ് യു ഡോണ്ട് നോ ദിസ് യു വിൽ ബി ഇൻ ട്രബിൾ. അവർ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്നും വിടുവിപ്പാനുവ ദേശത്തിൽ നിന്നും നല്ലതും വിശാലമായ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന. നോക്കിയാട്ട്, ഭാരമേറിയ സമയം മാറ്റത്തിന്റെ ഒരു സമയമാ. അത് മാറാനുള്ള സമയമാ. നിങ്ങളുടെ വലിയ പ്രയാസങ്ങൾ ജീവിതത്തിൽ മാറ്റം വരുവാനുള്ള സമയമാ. എന്റെ ജീവിതത്തിലെ വലിയ കഷ്ടങ്ങൾ അത് മാറ്റത്തിന്റെ സമയമാ. യുഗത്തിന്റെ മാറ്റം വരുന്ന സമയമാ. എന്റെ അനുഗ്രഹത്തിന്റെ തുടക്കമാ അത്. ദ ഷിഫ്റ്റിംഗ് സീസൺ. വിശാലമായ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന. സാത്താൻ പറയുന്നത് അവൻ കേൾക്കത്തില്ല, അവൻ അറിഞ്ഞിട്ടാ ഈ കഷ്ടങ്ങൾ വന്നത്. നിന്നെ നശിപ്പിക്കും. എല്ലാ ദുഷ്ടന്റെയും പദ്ധതികൾ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ആ കഷ്ടങ്ങൾ നിങ്ങളെ മുമ്പോട്ട് നയിക്കും. അതിന്റെ അർത്ഥം എന്തുവാ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ജീവിതത്തിൽ പല കഷ്ടങ്ങളുണ്ട്. അത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം അത് നമ്മളെ അതിലേക്ക് തന്നെ നയിക്കും.